ഇസ്രായേലും ഹമാസും വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. മാർച്ചോടെ ഗസയിൽ തീവ്ര സൈനിക നടപടികൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട്. സമാധാന ശ്രമങ്ങൾ പാടെ തകർന്നിരിക്കുന്നു. വെടിനിർത്തൽ ദുർബലമാണ്. 3 മാസത്തിനിടെ 1200 തവണ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതായി ഹമാസ് ആരോപിക്കുന്നുണ്ട്. ഹമാസിനെ നിരായുധീകരിക്കുക അസാധ്യമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി ആക്രമണം പുനരാരംഭിക്കാൻ IDF-ന് നെതന്യാഹു നിർദ്ദേശം നൽകിയതായാണ് വിവരം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഗസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമായിരുന്നു. അതുണ്ടാകുമെന്ന ഉറപ്പും മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയതുമാണ്. എന്നാൽ നിരായുധീകരണം നടപ്പാക്കണമെന്ന വാശിയിലാണ് ഇസ്രായേൽ. ഇക്കാരണം ചൂണ്ടിക്കാട്ടി ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസയുടെ ഭാഗങ്ങളിൽ പുതിയ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്കുള്ള പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2025 ഒക്ടോബർ 10-ന് US മധ്യസ്ഥതയിലുണ്ടായ വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം യെല്ലോ ലൈൻ എന്ന അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറിയിരുന്നു. അതുവഴി ഗസയുടെ ഏകദേശം 53% ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ നിരന്തര ആക്രമണവും യെല്ലോ ലൈൻ മറികടന്നുള്ള സൈനിക നടപടികളും ഇസ്രായേൽ തുടർന്നു പോന്നു. അതിർത്തി മറികടന്നുവെന്നാരോപിച്ച് സാധാരണക്കാരായ മനുഷ്യരെ വെടിവെച്ചിരുന്നതും പതിവായി. കഴിഞ്ഞ ദിവസം യെല്ലോ ലൈൻ മറികടന്നെന്ന് ചൂണ്ടിക്കാട്ടി 3 ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇവർ രാത്രി സൈനിക ഉപകരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു അവരുടെ വാദം. 3 മാസത്തിനിടെ 1200 ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കാലയളവിൽ 439 ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഹമാസും ആരോപിക്കുന്നു. ഇതിനിടെയാണ് 2026 മാർച്ചിൽ ഗസ സിറ്റിയിൽ പുതിയ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിലെ യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന വിഭജന രേഖയെ പടിഞ്ഞാറോട്ട് മാറ്റി ഇസ്രായേലിന്റെ നിയന്ത്രണം കൂടുതൽ വിപുലീകരിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിഞ്ഞ മാസം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ശ്രമങ്ങളോട് സഹകരിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ പരാജയപ്പെടുമെന്നാണ് ആശങ്ക. അതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിനുള്ള ബദൽ പദ്ധതി തയ്യാറാക്കാൻ IDF-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാർച്ചിലെ ആക്രമണത്തിലൂടെ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഒരു ബന്ദിയുടെ മൃതദേഹം ഒഴികെ ജീവനോടെയുള്ള എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിച്ചതിനാൽ ഹമാസിനെതിരായ ആക്രമണം ഇസ്രായേലിന് എളുപ്പമാകുമെന്നാണ് ഇസ്രായേൽ സെന്റർ ഫോർ ഗ്രാൻഡ് സ്ട്രാറ്റജിയിലെ ഗവേഷകൻ എരസ് വിന്നർ വാൾ സ്ട്രീറ്റ് ജേർണലിനോട് പറഞ്ഞത്. ഫലസ്തീനികൾ ടെന്റുകളിലാണ് നിലവിൽ കഴിയുന്നത്. അവരെ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് മാറ്റുന്നത് സാധ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഗസയിലെ പുതിയ യുദ്ധം ആളുകൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും നടക്കുമെന്നും എരസ് വിന്നർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹമാസിനെ വേഗത്തിൽ കീഴടങ്ങാൻ സമ്മർദ്ദം ചെലുത്തുക, അല്ലെങ്കിൽ ക്രമേണ ഗസ മുഴുവനായി പിടിച്ചെടുക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹമാസ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട സൈനിക ശേഷി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. ഇറാൻ വഴി ഫണ്ടിംഗ് ലഭിച്ചതുവഴി കേടുപാടുകൾ സംഭവിച്ച തുരങ്കങ്ങളുടെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം ചെറിയ ആയുധങ്ങൾ ഒഴിച്ച് ഭാരപ്പെട്ട ആയുധങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഹമാസിനെ നിരായുധീകരിക്കാൻ അന്താരാഷ്ട്ര സമിതിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും നെതന്യാഹു ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്.